മക്കളെ വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ യുവർ നാഫി, ഇറ്റ്സ് യുവർ നിഹാൽ ആൻഡ് ഇറ്റ്സ് യുവർ സഹദ്. നമ്മൾ ഇന്നത്തെ പരിപാടി 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മൊത്തം ക്വസ്റ്റ്യൻസിൽ 85% ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ഒരു ഫ്രണ്ട് പോലും 9ാം ക്ലാസ്സിലെ പ്രഡിക്ഷൻ കാണാതെ പോകരുത്. അപ്പോൾ ആദ്യം സഹദ് സാർ പ്രെഡിക്റ്റ് ചെയ്യും. ഈസ് എ പ്രഡിക്ഷൻ. യെസ്. ഓക്കെ, എവിടെ റിമോട്ട് എവിടെ? ഓക്കെ, മക്കളെ നമ്മളെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കോളെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഒന്ന് നമ്മുടെ ഹിസ്റ്ററിയിൽ 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യാശാസ്ത്രത്തെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൻ്റെ സൂചകങ്ങൾ ഏകദേശം 6ഓളം സൂചകങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു നോക്കിക്കൊണ്ട് എന്തായാലും ചോദിക്കാം. മൈഗ്രേഷൻ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് എന്നുള്ള സാധനമല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിച്ചു പോയിക്കൊണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്റർ അഥവാ ഓണത്തിൽ നിന്ന് ഒഴിവാക്കി അവനെ ക്രിസ്മസിലേക്ക് സെമി ഫൈനലിലേക്ക് മാറ്റി വെച്ചൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, നമ്മളെ ലാൻഡ് ഗ്രാൻഡ് ഇന്ത്യൻ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ നോക്കിക്കേ, ലാൻഡ് ഗ്രാൻഡിൽ ഭൂമിദാനത്തിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന ഡിഫറൻസ് നമ്മുടെ ഇപ്പോൾ ശതവാഹനന്മാരും ഗുപ്തന്മാരും കൂടി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലേ, അത് കൃത്യമായിട്ട് നോക്കിപ്പോണം. മറ്റൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ദി ലാൻഡ് ഗ്രാൻഡ് ഡ്യൂറിങ് ദി ഗുപ്ത പീരീഡ്. നമ്മുടെ ഗുപ്ത പീരീഡിൽ ഈ ലാൻഡ് ഗ്രാൻഡിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഇപ്പോൾ കിങ്ങിൻ്റെ കയ്യിൽ നിന്നും ഇതൊക്കെ നഷ്ടപ്പെട്ടു, അധികാരമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അത് എന്ത് ചെയ്യണം, ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അത് കൃത്യമായിട്ട് നോക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി പൊസിഷൻ. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഒരു നമ്മൾ പറയില്ലേ, സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു, അവർക്ക് കിട്ടിയ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയായിരുന്നു, ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നോക്കി വെക്കണം. പിന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ, നമ്മുടെ ദ്രാവിഡ സ്റ്റൈൽ അല്ലെങ്കിൽ ദ്രവീഡിയൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞില്ലേ, ടെമ്പിൾസുകളൊക്കെ, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ, നമ്മളെ പല്ലവ, പാണ്ഡ്യ, അവരുടെ കാസ്റ്റ് സിസ്റ്റം, ഇതിനൊക്കെ പറ്റി പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള കൾച്ചർ, നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രഡിക്ഷൻ, ആ 2 ചാപ്റ്റർ ഓക്കെ ആയി, സെറ്റായി, ഹാപ്പിയായി. ഓക്കെ, ഇനി നമുക്ക് ജോഗ്രഫിയിലെ 2 ചാപ്റ്റേഴ്സ് ഉള്ള പ്രഡിക്ഷൻ ആണ്. മാറി നിൽക്കാതെ സൈഡിലേക്ക് നിൽക്കൂ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരമാവധി നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. കാരണം ഇതേ ചോദിക്കൂ, ഇതിൽ നിന്നേ ക്വസ്റ്റ്യൻ വരൂ. കാരണം ഓണം എക്സാമിന് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. യു ക്യാൻ ബിലീവ് us, യു ക്യാൻ ട്രസ്റ്റ് us, വി ആർ വിത്ത് യു എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ദ ഫീച്ചേഴ്സ് ഓഫ് ഡെക്കാംപ്ലേറ്റീവ്. ഇത് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നാളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. 100% ഷുവർ ആണ്. ഏത് വേണമെങ്കിലും ഒപ്പിട്ട് തരാം. ദ ഫീച്ചേഴ്സ് ഓഫ് ഡെക്കാംപ്ലേറ്റീവ്, ഡെക്കാം പീഠഭൂമിയുടെ സവിശേഷത കേട്ടോ. ഇതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ആർ ദി ഫാക്ടേഴ്സ് എഫക്ടിങ് ക്ലൈമറ്റ് ഇൻ 2 മാർക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ് ചോദിക്കുക. നമ്മൾ 4 പോയിന്റ് പഠിച്ചിട്ടുണ്ടല്ലോ, ആ 4 പോയിന്റ് ഇവിടെ എഴുതി വെക്കുക. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 2 മാർക്കിന് ചോദിക്കും. 4 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, ഇത് 4 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോയ്സ്റ്റ് ഡിസിഡ്യൂസ് ആൻഡ് ഡ്രൈ ഡിസിഡ്യൂസ് ഫോറസ്റ്റിലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ആർദ്ര ഇലപൊഴിയും വനങ്ങളും വരണ്ട ഇലപൊഴിയും വനം തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. വിച്ച് ആർ ദി മേജർ മിനറൽ സോൺസ്, പ്രധാനപ്പെട്ട ധാതു മേഖലകൾ. 6 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ 2 മാർക്കിന് ഇത് എന്തായാലും ചോദിക്കരുത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. 2 മാർക്കിന് എന്തായാലും ചോദിക്കും. ദ നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് താർ ഡെസേർട്ട്, താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ 2 മാർക്കിനെ ചോദിക്കാൻ. 4 പോയിന്റ് കൂടെ എഴുതി വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് താർ ഡെസേർട്ട്. 4 മാർക്ക് ഈ ക്വസ്റ്റ്യൻ ഉറപ്പാട്ടോ. മരുസ്ഥലി ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ള താർ മരുഭൂമിയുടെ വർഗീകരണം 4 മാർക്കിന് ഇത് ഉറപ്പാണ്. എവിടെ എഴുതി വേണം ഞാൻ ഒപ്പിട്ട് തരാം. ഇത് ഉറപ്പാണ്, എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അടുത്തത്, യെസ്, ഇത് 4 മാർക്കിനോ അല്ലെങ്കിൽ എസ് എ ആയിട്ട് ചോദിക്കാൻ ചാൻസ്. 2ാമത്തെ ക്വസ്റ്റ്യൻ ജോഗ്രഫി. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കഴിഞ്ഞ പാഠത്തിലെ മിനറൽ സോൺസ് അഥവാ ധാതു മേഖലകൾ എസ് എ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇത് ചോദിക്കും. പക്ഷേ ഇതെന്തായാലും ചോദ്യം ഉറപ്പാണ്. ഒന്നെങ്കിൽ 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് കേട്ടോ. ഇതെന്തായാലും പഠിച്ചു പോകണേ. ഷോർട്ട് നോട്ട് അബൌട്ട് ലാൻഡ് ഫോം ഇൻ താർ ഡെസേർട്ട്, താർ മരുഭൂമിയിലെ ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയാണ്. ഡിഫ്ലേഷൻ ഹോളോസ് ഉണ്ട് അല്ലേ, അപവന ഗർത്തങ്ങൾ, കേവ്സ് ഗുഹകളുണ്ട്, സാൻഡ് ഡ്യൂൺസ് മണൽ മേടുകൾ, അതിലേക്ക് ഒന്ന് പഠിച്ചു വെക്കുക. ഇത്രയുമാണ് ജോഗ്രഫിയിൽ നിന്ന് വരുന്നത്. ഇനി നിഹാൽ സാറിന്റെ പ്രഡിക്ഷൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്രഡിക്ഷൻ പക്ക കംപ്ലീറ്റ് ആയി. യെസ് ഗൈസ്, അപ്പോൾ അവസാനമായി നിഹാൽ സാറോട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കൂടുതൽ അവകാശവാദങ്ങളോ ഒന്നുമില്ല. എൻ്റെ പൊന്നുമക്കൾ ഇതൊന്ന് പഠിച്ചിട്ട് വേണം നാളെ പരീക്ഷ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആദ്യ ചോദ്യം, കമ്പയർ ദ 3 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയിലെ 3 സെക്ടേഴ്സ്, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി. സിമ്പിളാണ്, ടെക്സ്റ്റ് വായിക്കാനുള്ള എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഠിച്ചു പോകണം, വെറുതെ വായിക്കാതെ പോയാൽ ആ മാർക്ക് അങ്ങ് പോകും. 2ാമത് പിടിച്ചോ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പെർഫോം ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്ന ചുമതലകൾ, ഫങ്ഷൻസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ
കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷൻ. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പിടിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു പോകണം. അതുപോലെ തന്നെ കമ്പയർ ദ ഓർഗനൈസ് ആൻഡ് അൺഓർഗനൈസ് സെക്ടർ, സംഘടിത മേഖലയും അസംഘടിത മേഖലയും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും കമ്പയർ ചെയ്യാൻ ചോദ്യങ്ങൾ വരാറുണ്ട്. രണ്ടിന്റെയും ലിമിറ്റേഷനെ പറ്റി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒന്നിന്റെ പോസിറ്റീവ് ഒന്നിന്റെ നെഗറ്റീവ് ചോദിക്കാറുണ്ട്. ഇത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അതുപോലെ റൈറ്റ് എ ഷോർട്ട് ഓൺ ഡൗറി പ്രൊഹിബിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. എന്താണ് ഇത്? എന്തുമായി ബന്ധപ്പെട്ട? വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് പാസ്സാക്കിയ നിയമങ്ങളാണ്. അപ്പോൾ വനിതാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ്. അതിന്റെ കൂടെ തന്നെ എന്തും കൂടി പഠിച്ചേക്കണം, ഈ രണ്ട് നിയമങ്ങളെ കൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ ദ പ്രൊഡക്റ്റ് മെത്തേഡ് ഈസ് വൺ വേ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. വാട്ട് ആർ ദ അതർ മെത്തേഡ്? ഏതെല്ലാം മറ്റ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ? ദേശീയ വരുമാനം കണക്കാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചാപ്റ്ററിന്റെ കോറാണ്. 3 മെത്തേഡും ഏതൊക്കെയാണ്? 3 മെത്തേഡ്. നമ്പർ 1 പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. 3 പഠിച്ച് വെച്ചിട്ട് പോകണം. ഒരു എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമ്മളെ സാധ്യത എന്ന് പറയുമ്പോൾ ചുമ്മാ പറയുന്നതല്ല, അത്രയും സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിച്ചോണം. റെഡി? യെസ്. ഇനി ഏതാ? യെസ്, അത്രേ ഉള്ളൂ പരിപാടി. ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലേ? യെസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ പ്രധാനത്തോടു കൂടി കൊടുക്കുക. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് അറിയാത്ത 9ാം ക്ലാസ്സിൽ ഒരു കുട്ടി പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് താഴെ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ബാക്കി കാര്യം ആൻസേഴ്സ് എവിടെയാണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ഇന്നലത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിനിഞ്ഞാത്ത ലൈവിൽ ഇതിന്റെ ആൻസേഴ്സ് കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രാത്രിത്തെ ലൈവിൽ ഇതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരുപാട് ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്, അതിലൊക്കെ നമ്മൾ ഇതിന്റെ ആൻസേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ വീഡിയോസ് കാണുക, ഇന്നലത്തെ ലൈവ് കാണുക, അതിന് മുന്നത്തെ ലൈവ് കാണുക, ഇന്നത്തെ ലൈവിലേക്ക് കറക്റ്റ് ആയിട്ട് നമ്മളെ ക്ലാസ് 9 ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ കൂടെ കൂടിക്കോ. ആൻഡ് ദിസ് ഈസ് നോട്ട് യുവർ വേസ്റ്റ് ടൈം, ദിസ് ഈസ് യുവർ പ്രഷ്യസ് ടൈം. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ബൈ.